കലാപഭൂമിയാകുന്ന നമ്മുടെ കലാലയങ്ങൾ കുട്ടിക്കൂട്ടങ്ങളുടെ ക്രൂരതയിൽ പൊലിഞ്ഞ് ഒരു ജീവൻ കൂടി. വാട്സപ്പിലൂടെ ഭാര്യയെ മുത്തലാക്ക് ചൊല്ലി ഭർത്താവ്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട യുവതിയെ പീഡിപ്പിച്ച വ്ളോഗർ അറസ്റ്റിൽ. കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം. കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥിയുടെ മരണത്തിനിടയാക്കിയ സംഘർഷം ആസൂത്രിതം. ഷഹബാസിനെ കൊല്ലുമെന്ന് പറയുന്ന ഓഡിയോ സന്ദേശം പുറത്ത്. അക്രമത്തിൽ മുഹമ്മദ് ഷഹബാസിന്റെ തലയോട്ടി തകർന്നതായി പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരം. കുറ്റാരോപിതർക്ക് ജാമ്യം നിഷേധിച്ച് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്. വിദ്യാഭ്യാസ വകുപ്പ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. വിദ്യാർത്ഥി സംഘർഷത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് ഷഹബാസ് ഇന്ന് പുലർച്ചെ 12:30 മരണപ്പെട്ടത്. ചെവിക്കും കണ്ണിനും തലയ്ക്കും ഗുരുതര പരിക്കുണ്ടായിരുന്നു എന്നാണ് ഡോക്ടർമാരിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഞായറാഴ്ച താമരശ്ശേരിയിലെ സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ നടത്തിയ 10ാം ക്ലാസ്സുകാരുടെ യാത്രയയപ്പ് ആഘോഷത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് മുഹമ്മദ് ഷഹബാസിന്റെ മരണത്തിന് കാരണമായത്. പരിപാടിക്കിടെ MJHSSലെ കുട്ടികളുടെ ഡാൻസിന്റെ പാട്ട് നിലച്ചതിനെ താമരശ്ശേരി GVHSSലെ കുട്ടികൾ പരിഹസിച്ചു. ഇതാണ് ആദ്യത്തെ സംഘർഷത്തിന് കാരണം. ട്യൂഷൻ സെന്ററിലെ അധ്യാപകർ ഇടപെട്ട ഈ പ്രശ്നം അവസാനിപ്പിച്ചെങ്കിലും കുട്ടികൾ സോഷ്യൽ മീഡിയ വഴി ആക്രമണം ആസൂത്രണം ചെയ്യുകയായിരുന്നു. മുഹമ്മദ് ഷഹബാസിനെ കൊല്ലുമെന്നും ആൾക്കൂട്ട ആക്രമണത്തിൽ മരണപ്പെട്ടാൽ കേസ് ഉണ്ടാകില്ലെന്നും പറയുന്ന ഓഡിയോ സന്ദേശവും പുറത്തുവന്നു. ഇതാണ് ഷഹബാസിന്റെ മരണത്തിന് കാരണമായ രണ്ടാമത്തെ ആക്രമണത്തിലേക്ക് നയിച്ചത്. ആക്രമണത്തിൽ മുഹമ്മദ് ഷഹബാസിന്റെ തലയോട്ടി തകർന്നതായാണ് പോസ്റ്റ്മോർട്ടം വിവരം. വലതു ചെവിയുടെ മുകളിലായാണ് തകർന്നത്. പ്രഹരശേഷിയുള്ള ആയുധം ഉപയോഗിച്ചതിനാലാണ് തലയോട്ടി തകർന്നതെന്നും പ്രാഥമിക വിവരം. നേരത്തെ നെഞ്ചക്കുപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് വിദ്യാർത്ഥികൾ പരസ്പരം പറയുന്ന ഇൻസ്റ്റഗ്രാം ചാറ്റ് പുറത്തു വന്നിരുന്നു. ഒരുങ്ങിക്കൂട്ടിയുള്ള ആക്രമണമാണ് നടത്തിയതെന്നും വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം നടത്തുമെന്നും കോഴിക്കോട് DDEC മനോജ് കുമാർ പറഞ്ഞു. ഒരു സംഘർഷത്തിൽ കുട്ടികൾ മരിക്കുന്നത് വളരെ അപൂർവം എന്ന് പറയാറുള്ളൂ. ട്യൂഷൻ സെൻ്ററുകളെ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നേരിട്ടുള്ള നിയന്ത്രണം ഇല്ലാത്തതാണ്. എവിടെയൊക്കെയാണ് സ്ഥാപനങ്ങൾ അവരെന്തൊക്കെ ചെയ്യുന്നു, ഇപ്പോൾ DJ പാർട്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുട്ടികൾ സംഘർഷം ഉണ്ടാകുന്ന തരത്തിൽ അവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിനെക്കുറിച്ച് വളരെ ഗൗരവമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുട്ടികൾ തമ്മിൽ സംഘർഷം ഉണ്ടായത് സാധാരണഗതിയിൽ ഇപ്പോൾ ഉള്ള ഒരു ഐഡിയ അല്ല. ഇത് ആയുധങ്ങൾ അല്ലെങ്കിൽ ഒരുങ്ങിക്കൂട്ടിയുള്ള ഒരു രീതിയിലാണ് ആക്രമണം നടന്നിരിക്കുന്നത്. അക്കാര്യത്തിലൊക്കെ തന്നെ ഗൗരവമായ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങളേതായ മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള അന്വേഷണം നടക്കും. ബഹുമാനപ്പെട്ട DGയും അതുപോലെ തന്നെ സംസ്ഥാനത്ത് നിന്നും ഇന്നലെ തന്നെ അതിൻ്റെ വിവരങ്ങൾ തേടിയിരുന്നു. പ്രാഥമികമായ റിപ്പോർട്ട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തുടർച്ചുള്ള മറ്റ് കാര്യങ്ങൾ നിയമപരമായി ഇപ്പോൾ റിമാൻഡിലായിട്ടുണ്ട് കുട്ടികൾ. അത്തരം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണം കൂടി വന്നതിന് ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാം എന്നാണ് വിചാരിക്കുന്നത്. സംഭവത്തിൽ ഉൾപ്പെട്ട 5 വിദ്യാർത്ഥികളുടെ പേരിൽ കൊലക്കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു. അതോടൊപ്പം വെള്ളിമാടുകുന്ന് ജുവാനയിൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരായ 5 പേരെയും ഒബ്സർവേഷൻ ഹോമിലടച്ചു. അടുത്ത ദിവസം ആരംഭിക്കുന്ന SSLC പരീക്ഷ പോലീസ് നിരീക്ഷണത്തിൽ ഒബ്സർവേഷൻ ഹോമിൽ നിന്നായിരിക്കും ഇവർക്ക് എഴുതാൻ സാധിക്കുക. അതേസമയം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മുഹമ്മദ് ഷഹബാസിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ജനം, കോഴിക്കോട്. വിദ്യാർത്ഥി കൊല്ലപ്പെട്ട വിവരം പറഞ്ഞ് ഞെട്ടിലാണ് ഷഹബാസ് പഠിക്കുന്ന താമരശ്ശേരി ഇളയറ്റിൽ MJSS സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് മിനി. ശാന്ത സ്വഭാവക്കാരനായിരുന്നു ഷഹബാസ് എന്നും പ്രശ്നങ്ങൾക്കൊന്നും പോകാത്ത വിദ്യാർത്ഥിയായിരുന്നു എന്നുമാണ് ടീച്ചർ ഓർമ്മിച്ചെടുക്കുന്നത്. പുതുതലമുറയിലെ വിദ്യാർത്ഥികളുടെ മനോഭാവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയം തോന്നുന്നുവെന്നും ഹെഡ് മിസ്റ്റേഴ്സ് മിനി ജനം TVയോട് പറഞ്ഞു. ഇന്നലെ വരെ ഷഹബാസ് പഠിച്ചും കളിച്ചും നടന്ന സ്ഥലമാണ് MJ ഹൈസ്കൂൾ. ഇവിടേക്കാണ് വിദ്യാർത്ഥികളുടെ അക്രമത്തിൽ ഷഹബാസ് കൊല്ലപ്പെട്ടു എന്ന വിവരമെത്തിയത്. ഈ വിവരം അറിഞ്ഞ ഞെട്ടലിലാണ് ഹെഡ് മിസ്ട്രസ് മിനിയും മറ്റ് അധ്യാപകരും. പൊതുവെ ശാന്ത സ്വഭാവക്കാരനായ ഷഹബാസിന്റെ മരണവിവരം ഏവരെയും ദുഃഖത്തിലാഴ്ത്തി. വ്യാഴാഴ്ച രാത്രി
വാട്സപ്പിൽ മെസ്സേജ് വന്നിരുന്നത് ഒരു 10:30 ശേഷമൊക്കെയാണ്. അപ്പോൾ അത് രാത്രിയാണ്ട് ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെ രാവിലെയാണ് ആ മെസ്സേജ് കാണുന്നത്. ആ മെസ്സേജ് കണ്ടപ്പോഴാണ് ഞാൻ മറ്റു ടീച്ചേഴ്സിനെ ഇവിടെയുള്ള ഈ ഏരിയയിലുള്ള ടീച്ചേഴ്സിനെ വിളിച്ച് നോക്കുന്നു. അപ്പോൾ അവരാണ് ടീച്ചറെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് എന്നോട് പറയുന്നത്. അപ്പോഴും കുട്ടികൾ തമ്മിൽ ചെറിയ എന്തെങ്കിലും ഒരു കശപിശി ആയിരിക്കുന്ന ഞാൻ കരുതിയിട്ടുള്ളൂ. കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോഴാണ് പല ആളുകളും വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു അപകടം അവന് പറ്റിയെന്നുള്ളതും ആ വിവരങ്ങൾ അറിയുന്നത്. ഷഹബാസിനെ കുറിച്ച് എന്താണ് ടീച്ചർക്കുള്ള ഒരു ഓർമ്മ എങ്ങനെയാണ്? ഇപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കുർത്തക്കടക്കുള്ള ഒരു കുട്ടിയാണോ? ഇല്ല 8ാം ക്ലാസ് വരെ ഇവിടെ വന്ന് ചേർന്ന കുട്ടിയാണ്. 3 വർഷം ഇവിടെ പഠിക്കുന്നു. അന്ന് സെൻറ്റ് ഓഫിനൊക്കെ നല്ല രീതിയിൽ ഇവിടുന്ന് പോയതാണ്. അങ്ങനെ കുരുത്തക്കേടൊന്നുമില്ല, ഒരു പാവം മോനാണ്. അങ്ങനെ എനിക്കൊരു ശാസിക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ ഒരു ക്ലാസ് ടീച്ചേഴ്സിനെ അവനൊന്ന് ശാസിക്കണം അങ്ങനത്തെ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും മുന്നോട്ടു പോകണമെന്നാണ് അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കുന്നത്. എന്നാൽ പകയും വിദ്വേഷവും മനസ്സിൽ കൊണ്ടുവച്ച് നടക്കുന്ന വിദ്യാർത്ഥികളുടെ മനോഭാവം ഭയമുണ്ടാക്കുന്നുവെന്നും അധ്യാപിക പറയുന്നു. ശരിക്കും പേടി തോന്നുന്നുണ്ട്. എന്നാൽ ഞങ്ങളിപ്പം 8ാം ക്ലാസ്സിൽ വന്ന ആ മുഖം ഞങ്ങളെ മനസ്സിലുള്ളത്. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ അവരെത്തിയെങ്കിലും ആ കൊച്ചു കുട്ടികളായിട്ടാണ് കാണുന്നത്. പക്ഷേ അവരെ മനസ്സിൽ അവർ വളർന്നു വലുതായി എന്നുള്ള ചിന്തകളുണ്ട്. പക്ഷേ ശരിക്കും ആശങ്കയുണ്ട് ഇനിയും ഈ വരും തലമുറകളുടെ ഭാവി എങ്ങോട്ടാണ്. ഇത്തരത്തിലവർ പകയും വിദ്വേഷവും ഒക്കെ നടക്കുകയാണെങ്കിൽ എന്താവും. ശരിക്കും സ്നേഹിച്ച് സൗഹൃദത്തിൽ നമ്മളതാ പഠിപ്പിച്ചും കൊടുക്കുന്നത്, പറഞ്ഞും കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ ഇത്തരത്തിലൊക്കെ പെരുമാറുമ്പോൾ ശരിക്കും ആശങ്കനുണ്ട്. മോഡൽ പരീക്ഷ കഴിഞ്ഞ് കൊല്ലപ്പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിനിടയിലാണ് വിദ്യാർത്ഥികളുടെ പക മറ്റൊരു കുട്ടിയുടെ ജീവനെടുക്കുന്നതിലേക്ക് എത്തിച്ചത്. ജനം, കോഴിക്കോട്. താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസിന്റെ മരണത്തിൽ നടുക്കം വിട്ടുമാറാതെ സുഹൃത്തുക്കളും നാട്ടുകാരും. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുമ്പോഴും ഷഹബാസ് ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. കുട്ടികൾ തമ്മിലുള്ള തർക്കം അരുങ്കൊലയിൽ കലാശിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. അടിപിടിയിൽ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നു എന്ന് മാത്രമാണ് എല്ലാവരും കരുതിയത്. പക്ഷേ മടക്കമില്ലാത്ത യാത്രയാണെന്നറിഞ്ഞപ്പോൾ വിറങ്ങലിച്ചു നിൽക്കുകയാണ് നാടും നാട്ടുകാരും. എലൈറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ ഷഹബാസിന്റെ വിയോഗം ഉൾക്കൊള്ളാൻ ഇപ്പോഴും സുഹൃത്തുക്കൾക്ക് ആയിട്ടില്ല. ഒരു നമ്മളെന്തോ പ്രശ്നം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു, വേറൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ അന്ന് കുട്ടിയെ കണ്ടീനു, എനിക്ക് ഫുഡൊക്കെ വാങ്ങി തരാൻ അവനെ വിട്ടീനു. പിന്നെ വൈകുന്നേരമാണ് എൻ്റെ അവിടെ വന്ന് പറ്റിയതിനു ശേഷം അത് തിന്നമ്മ കിടന്ന് ഞാൻ കുറേ ചോദിച്ച്, ഒന്നും ഒരക്ഷരം വേണ്ടിയില്ല. തല പെരുക്കുന്നത് മാത്രം പറഞ്ഞു, അതൊന്നും പറഞ്ഞില്ല. അപ്പോൾ അവനെ കൂടെ ഉള്ളവനോട് ചോദിച്ചപ്പോൾ ഞാൻ വണ്ടി വന്നങ്ങ് വീണ്, അവൻ അവനെ കൈയൊക്കെ നോക്കി, കൈമേലൊന്നുമില്ല. അപ്പോൾ ഉള്ളിലപ്പോൾ കാണാൻ പറ്റൂലല്ലോ. ഈ നാടിത് എങ്ങോട്ട്? നമ്മുടെ കുട്ടികൾക്ക് ഇതെന്തു പറ്റി? നിറകണ്ണുകളോടെയാണ് പലരും ആശങ്ക പങ്കുവയ്ക്കുന്നത്. ഞാനും ഒരമ്മയാണ്, എങ്ങനെ സഹിക്കും ഇത്തരം സംഭവങ്ങൾ? ഒരു ഉമ്മൻ്റെയും പാപ്പൻ്റെയും ഒരു അവസ്ഥ അന്നപ്പോൾ എന്തായിരിക്കും? ഞാൻ ഇന്നലെ വൈകുന്നേരം ഇവിടെ വന്നപ്പോഴൊക്കെ ഇതാണ്, ഓള് കരയും പറയുകയും ചെയ്യാണ്. അമ്മ മോനെ ചായക്ക് ഒരു കടിക്ക് പറഞ്ഞയച്ചതാണ്. ഇവരിവിടെ കാത്തിക്കല്ല മോനെ. 10 പ്രാവശ്യം ഓൾ വിളിച്ചിട്ട് ആ മോൻ ഫോൺ എടുത്തിട്ടില്ല. അപ്പോൾ ഓല് ആസൂത്രണം ചെയ്തതായിരിക്കൂലേ ഈ മോൻ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഈ മോൻ്റെ ഉള്ളിലിത് അറിയുന്നില്ലല്ലോ, എന്താ വലിയ ഇതിനെ ചെയ്യുന്നതെന്നൊന്നും ഇതിനെ അറിയുന്നില്ലല്ലോ. നല്ലോണം വിളിച്ച് കൂട്ടിക്കൊണ്ടുവരും മോനല്ലേ. ഇവരിവിടെ ഉമ്മയും കാത്തിക്കല്ലേ ഈ മോനെ. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ? നാട്ടുകാർക്ക് ഷഹബാസിനെ കുറിച്ച് പറയാൻ നല്ലത് മാത്രം. കുട്ടികളുടെ ക്രൂരമർദ്ദനവും ഒരു ജീവൻ എടുത്തതും വിശ്വസിക്കാൻ കഴിയുന്നില്ല പലർക്കും. നല്ല പിന്നെ പഠിക്കാനോ എല്ലാത്തിനും നല്ലൊരു ഏബിളായ ഒരു കുട്ടിയാണ്. എൻ്റെ മകൻ്റെ സുഹൃത്തുമാണ്. അവർക്ക് എല്ലാ സമയവും ഒന്നിച്ച് ആണ് പോണത്. നല്ല കുട്ടിയാണ്. ഓരോ ദിവസം പുലർച്ചയും നമ്മൾ കേൾക്കുന്നത് ക്രൂരമായ കൊലപാതകങ്ങളാണ്. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്, ക്രൂരമായ കൊലപാതകം. അപ്പോൾ ഈ സാധാരണ കയ്യബദ്ധം പറ്റുന്ന കൊലപാതകമല്ല, ക്രൂരമായ കൊലപാതകങ്ങൾ നമ്മൾ ഓരോ ദിവസം പുലർപോയി കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതെന്താണ് സംഭവിച്ചത് കേരളത്തിന്? ഇത്തരമൊരു വാർത്ത ഇനി കേൾക്കാനും കാണാനും ഇടവരുത്തരുതേ എന്നാണ് എല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയാനുള്ളത്. തെറ്റ് ചെയ്തവർക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യം തന്നെയാണ് ഉയരുന്നതും. ജനം, കോഴിക്കോട്. ഹോസ്റ്റലിലെ വിദ്യാർത്ഥി സംഘർഷത്തിൽ ചെവിക്ക് ഗുരുതര പരിക്കേറ്റ +2 വിദ്യാർത്ഥിക്ക് സ്കൂൾ അധികൃതർ മതിയായ ചികിത്സ ഉറപ്പുവരുത്തിയില്ലെന്ന പരാതി. കുന്നംകുളം ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ 17-കാരൻ്റെ ചെവിയുടെ ഒരു ഭാഗം മുറിഞ്ഞുപോയിരുന്നു. അടിയന്തര ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞെങ്കിലും ആശുപത്രിയിൽ എത്തിച്ച അധ്യാപകർ കുട്ടിയെ തിരികെ കൊണ്ടുവരികയായിരുന്നു. എറണാകുളം പാലാരിവട്ടം സ്വദേശി ഋതുക്കിനാണ് സംഘർഷത്തിൽ പരിക്കേറ്റത്.
കഴിഞ്ഞ 18-നാണ് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്പോർട്സ് ഹോസ്റ്റലിൽ സംഘർഷമുണ്ടാകുന്നത്. ഹോസ്റ്റലിലെ താമസക്കാരായ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ +2 വിദ്യാർത്ഥികളെ ആക്രമിക്കുകയായിരുന്നു. മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. സംഘർഷത്തിൽ +2 വിദ്യാർത്ഥിയായ ഋദ്വിക്കിന്റെ ചെവിയുടെ ഒരു ഭാഗം മുറിഞ്ഞുപോയി. തലക്കും മുഖത്തും മുറിവേറ്റു. അധ്യാപകരെത്തി കുട്ടികളെ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും സംഘർഷം മറച്ചുവെച്ച് പടിക്കെട്ടിൽ വീണാണ് പരിക്കേറ്റതെന്നാണ് ആശുപത്രിയിലെ ഡോക്ടർമാരോട് പറഞ്ഞത്. കോച്ചസൊക്കെ വിളിച്ച് കോച്ചസെല്ലാം വന്ന് ചെവിയെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. എൻ്റെ അടുത്ത് ഇതിപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, നല്ല ബ്ലീഡിങ് ഉണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ നീ അടിയുണ്ടായാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയർ ഞങ്ങളായതുകൊണ്ട് കേസ് ഞങ്ങളുടെ മണ്ടയ്ക്കായിരിക്കും വരുന്നതെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞ സ്റ്റെപ്പിൽ നിന്ന് വീണതാന്ന് പറയാം, പ്രശ്നമൊന്നും വരില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ വാർഡനും എൻ്റെ കോച്ചും കൂടെ കൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ ചോദിച്ചപ്പോൾ ഞാൻ സ്റ്റെപ്പ് വീണെന്ന് പറഞ്ഞു. ഗുരുതര മുറിവായതിനാൽ അടുത്ത ദിവസം ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നു. എന്നാൽ കുട്ടിയെ ഇവർ തിരികെ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. വിവരമറിഞ്ഞ് രക്ഷിതാക്കളെത്തി കുട്ടിയെ എറണാകുളത്തേക്ക് കൊണ്ടുവന്നു. ആദ്യം എറണാകുളം ജനറൽ ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടി. മുറിവ് ഗുരുതരമായതിനാൽ ചെവിക്ക് പ്ലാസ്റ്റിക് സർജറി വേണ്ടി വന്നു. ഈ സ്കൂളുകാരോ അല്ലെങ്കിൽ ഇവനെ കൊണ്ടുപോയ സാർമാർ ആരും ഞങ്ങൾക്ക് ഫോട്ടോ തന്നില്ല. ഇത്രയും വലിയ മുറിവാണെന്നുള്ളത് അവരവിടെ ഹൈഡ് ചെയ്തു. പക്ഷേ എനിക്കിത് ഡോക്ടർ ചികിത്സിച്ച് ഡോക്ടറുടെ കയ്യിലുണ്ടായിരുന്നു ഈ ഫോട്ടോസ്. സാറിൻ്റെ കയ്യിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. എങ്ങനെയാണ് സാർ മുറിവിൻ്റെതെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ എനിക്ക് തന്നതുകൊണ്ടാണ് എനിക്ക് ആ മുറിവിൻ്റെ ഫോട്ടോസ് കിട്ടിയത്. അത് കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല, അത്രയും വലിയ മുറിവുകളായിരുന്നു. പ്ലാസ്റ്റിക് സർജറിക്ക് ശേഷം കുട്ടി വീട്ടിൽ വിശ്രമത്തിലാണ്. സംഭവം മറച്ചുവെച്ച സ്കൂൾ അധികൃതർക്കെതിരെ ചൈൽഡ് ലൈനിൽ രക്ഷിതാക്കൾ പരാതി നൽകി. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്യാമറമാൻ സന്തോഷ് തിരുമലക്കൊപ്പം കിരൺകുമാർ, ജനം, കൊച്ചി. തിരുവനന്തപുരം വാഴച്ചൽ ഇമ്മാനുവൽ കോളേജിലെ ക്രൂരമർദ്ദനം പ്രതിയായ വിദ്യാർത്ഥിയെ കോടതി റിമാൻഡ് ചെയ്തു. മലയങ്കീഴ് സ്വദേശി ജിതിനെ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് ആര്യൻകോട് പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ 3 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വാഴച്ചൽ ഇമ്മാനുവൽ കോളേജിലെ വിദ്യാർത്ഥികൾ തമ്മിൽ തല്ലുന്ന ക്രൂര ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. 1ാം വർഷ ബികോം വിദ്യാർത്ഥിയായ ആദിഷിനെ ക്രൂരമായി സഹപാഠി മർദ്ദിച്ച സംഭവത്തിലാണ് ആര്യങ്കോട് പോലീസ് മലയങ്കീഴ് സ്വദേശി ജിതിനെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ജിതിനെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ ജിതിനെ റിമാൻഡ് ചെയ്തു. ക്യാമ്പസിലെ ആക്രമണ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും കോളേജ് മാനേജ്മെന്റ് ഇതുവരെയും അറിഞ്ഞില്ലെന്ന മട്ടിലാണ്. ജനം, തിരുവനന്തപുരം. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച വ്ളോഗർ അറസ്റ്റിൽ. വഴിക്കടവ് സ്വദേശി ജുനൈദിനെയാണ് മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തത്. യുവതിയുടെ നഗ്ന ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ 2 വർഷമായി ഇയാൾ വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു പീഡനം. സംഭവത്തിൽ വ്ളോഗറായ വഴിക്കടവ് സ്വദേശി ചോയ്തല വീട്ടിൽ ജുനൈദിനെയാണ് മലപ്പുറം SHO P വിഷ്ണുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ബംഗളൂരുവിലെത്തി അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 2 വർഷത്തോളമായി മലപ്പുറത്തും പരിസര പ്രദേശങ്ങളിലെ വിവിധ ലോഡ്ജുകളിലും ഹോട്ടലുകളിലും എത്തിച്ച് യുവതിയെ പീഡിപ്പിക്കുകയും നഗ്ന ഫോട്ടോകൾ പകർത്തുകയും ചെയ്തു. നഗ്ന ഫോട്ടോകൾ സമൂഹമാധ്യമങ്ങൾ വഴി പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി പീഡനം തുടർന്നു. ഒടുവിൽ ഇയാൾ വിവാഹ വാഗ്ദാനത്തിൽ നിന്നും പിന്മാറി. ഇതോടെയാണ് യുവതി മലപ്പുറം പോലീസിൽ പരാതി നൽകിയത്. പോലീസ് കേസെടുത്തത് അറിഞ്ഞ ജുനൈദ് വിദേശത്തേക്ക് കടന്നു. ഇതോടെ പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു. വിദേശത്തു നിന്നും പ്രതി തിരിച്ചു വരുമ്പോൾ ബംഗളൂരു വിമാനത്താവളത്തിലെത്തിയ അന്വേഷണ സംഘം ഇയാളെ പിടികൂടുകയായിരുന്നു. നിയമ നടപടികൾക്ക് ശേഷം പ്രതിയെ മലപ്പുറം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, മലപ്പുറം. സംസ്ഥാനത്തെ ലഹരി കേസുകളിൽ ഒരാഴ്ചക്കിടെ പിടിയിലായത് 2854 പേരാണ്. ഓപ്പറേഷൻ ഡി ഹണ്ടിൽ രജിസ്റ്റർ ചെയ്തത് 2762 കേസുകളും 1.30 കിലോ MDMAയും 153 കിലോ കഞ്ചാവും പിടിച്ചെടുത്തു. നിരോധിത മയക്കുമരുന്നുകളുടെ വിൽപ്പനയും ഉപയോഗവും വ്യാപകമായ സാഹചര്യത്തിലാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിച്ചത്. MDMAയും കഞ്ചാവും അടക്കം വിൽപ്പന നടത്തുന്നവരെ ലക്ഷ്യമിട്ടായിരുന്നു സ്പെഷ്യൽ ഡ്രൈവ്. ഡി ഹണ്ടിന്റെ ഭാഗമായി 17,246 പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കി. 2,762 കേസുകൾ രജിസ്റ്റർ ചെയ്ത പോലീസ് 2,854 പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തി. മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നവരാണ് പിടിയിലായവരെല്ലാം. 1.3 കിലോ MDMA, 153.56 കിലോ കഞ്ചാവ്,
18.15 ഗ്രാം ഹാഷിഷ് ഓയിൽ, ബ്രൗൺ ഷുഗർ, ഹെറോയിൻ, ലഹരി ഗുളികകൾ എന്നിവയടക്കം ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന മാരക മയക്കുമരുന്ന് ശേഖരവും പിടികൂടിയിട്ടുണ്ട്. സ്ഥിരമായി മയക്കുമരുന്ന് കച്ചവടത്തിൽ ഏർപ്പെടുന്ന ആളുകളെ അടക്കം നിരീക്ഷിച്ചായിരുന്നു ഓപ്പറേഷൻ ഡി ഹണ്ട് നടത്തിയത്. ജനം, തിരുവനന്തപുരം. മദ്യം വാങ്ങാൻ പോകാൻ ബൈക്ക് നൽകാത്തതിനെ കടയുടമയെ യുവാക്കൾ മർദ്ദിച്ചു. ആലപ്പുഴ തകഴിയിലാണ് സംഭവം. കമ്പിവടി കൊണ്ട് കടയുടമയുടെ തലക്കടിക്കുകയും കത്തി കൊണ്ട് കയ്യിൽ കുത്തുകയും ചെയ്തു. ആളുകൾ എത്തിയതോടെ യുവാക്കൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. തകഴി പടഹാരത്ത് സ്റ്റേഷനറി കട നടത്തുന്ന അജയകുമാറിനാണ് മർദ്ദനമേറ്റത്. 2 ദിവസം മുൻപ് 2 യുവാക്കൾ കടയിലെത്തി അജയകുമാറിനോട് മദ്യം വാങ്ങാൻ പോകാൻ ബൈക്ക് ചോദിച്ചു. യുവാക്കളിൽ ഒരാളെ അറിയാമായിരുന്നെങ്കിലും ബൈക്ക് നൽകിയില്ല. ഇതിലൊരാൾ മറ്റൊരു യുവാവുമായി കഴിഞ്ഞ ദിവസം എത്തി 500 രൂപ ഗൂഗിൾ പേ വഴി ആവശ്യപ്പെട്ടു. ഗൂഗിൾ പേ സംവിധാനമില്ലെന്ന് പറഞ്ഞതോടെ യുവാക്കൾ ആക്രമിക്കുകയായിരുന്നു. പിന്നെ ആൾക്കാർ ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞാണ് അവിടെ ചെന്നാൽ എനിക്ക് ബോധമൊക്കെ കിട്ടി. പിന്നെ ഇവിടുന്ന് ഇന്ന് രാവിലെ വന്ന് കടയൊക്കെ തുറന്നപ്പോഴാണ് കടയിൽ നിന്ന് ഈ വേഷയിൽ നിന്നും ഇതിന് കൂട്ടൊന്നുമില്ലാത്ത ഇതിനകത്തുനിന്നൊരു 14,500 രൂപ പോയി. പിന്നെ അവരുടെ ഫോണാണെന്നും പറഞ്ഞ് എൻ്റെ ഒരു ഫോൺ 22,000 രൂപ വിലയുള്ളൊരു ഫോണാണ്, അതും എടുത്തുള്ളത്. അക്രമികൾ കടയിലെ സാധനങ്ങൾ നശിപ്പിച്ചു. 4,000 രൂപയും മൊബൈൽ ഫോണും തട്ടിയെടുത്തു. ആളുകളെത്തിയതോടെ അക്രമികൾ വന്ന ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു. പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അജയകുമാറിന്റെ തലയിൽ 6ഉം കയ്യിൽ 3ഉം തുന്നലുകളുണ്ട്. അജയകുമാർ അമ്പലപ്പുഴ പോലീസിൽ പരാതി നൽകി. ജനം, ആലപ്പുഴ. തമിഴ്നാട്ടിൽ നിന്നും ഖനന ഉൽപ്പന്നങ്ങൾ കേരളത്തിലേക്ക് എത്തുന്നതിന് മാസപ്പടി. ഇടുക്കി ജില്ലയിലെ അതിർത്തി ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ആരോപണം. വ്യാജ പാസിലെത്തുന്ന വാഹനങ്ങൾ മാസപ്പടി നൽകണം. ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് ജീവനക്കാർ കൈക്കൂലി വാങ്ങുന്നതെന്നാണ് ഉയരുന്ന ആരോപണം. ഖനന നിരോധനമുള്ളതിനാൽ ഇടുക്കി ജില്ലയിലേക്ക് നിർമ്മാണ സാമഗ്രികൾ എത്തുന്നത് തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ നിന്നാണ്. ബോഡിമെട്ട്, കമ്പമെട്ട്, കുമിളി ചെക്ക് പോസ്റ്റുകൾ വഴിയാണ് കല്ലും പാറപ്പൊടിയും ഒക്കെയായി ടോറസ് ലോറികൾ എത്തുന്നത്. ഇടുക്കിയിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് തമിഴ്നാട്ടിൽ നിന്നും പാസ് അനുവദിക്കാത്ത സാഹചര്യമുണ്ട്. പിന്നിൽ തമിഴ്നാട് ലോബിയുടെ ഇടപെടലുണ്ടെന്നാണ് ആരോപണം. വ്യാജ പാസുകൾ ഉപയോഗിച്ച് വാഹനങ്ങൾ തമിഴ്നാട്ടിൽ പോയി നിർമ്മാണ സാമഗ്രികൾ എടുത്തു വരുന്നുണ്ട്. ഇത്തരം വാഹനങ്ങൾക്ക് കേരള അതിർത്തിയിൽ ഉദ്യോഗസ്ഥർ മാസപ്പടി വാങ്ങുന്നതായാണ് ആരോപണം. അതായത് അവിടുന്ന് കല്ലോ മണലോ ആയിട്ട് വരുന്ന ലോറികൾ പാസ് ഇല്ലാതെ കയറി വരുന്ന വണ്ടികൾ 1,500 രൂപയും കള്ളപ്പാസായിട്ട് കയറി വരുന്ന വണ്ടികൾ 1000 രൂപയും കൊടുത്താൽ കയറി വരുന്ന നമുക്കറിയാൻ കഴിയും. നമുക്ക് അതിനുള്ള വ്യക്തമായ തെളിവുകളുണ്ട്. പക്ഷെ നിയമപരമായിട്ട് അതിനെ അതിജീവിക്കണ്ടേ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനെ പിടിക്കണ്ടേ എന്ന് പറഞ്ഞാൽ ഇടുക്കിയിലെ കളക്ടറും പോലീസുമാണ്. പക്ഷെ ഇടുക്കിയിലെ കളക്ടർ എന്തുകൊണ്ടാണെന്നറിയത്തില്ല ആ തേനിയിലുള്ള ആ വ്യാപാരികളുമായിട്ട് എന്തോ ടൈപ്പ് ഉള്ളതിൻ്റെ നമുക്കറിയാൻ കഴിഞ്ഞു. പോലീസാണുള്ളത് തന്നെ നിസ്സംഗത പാലിക്കുകയാണ്. ഇപ്പോൾ ഈ 2 ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിന് നടപടി സ്വീകരിക്കേണ്ടത്. ആ 2 ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെ നടപടി സ്വീകരിക്കുന്നില്ല. അതാണ് നമുക്കറിയാൻ പറ്റുന്നത്. ഈ തമിഴ് ലോബിയായിട്ട് എന്താണ് ഇവർക്കുള്ള ബന്ധമെന്നാണ് അന്വേഷിക്കേണ്ടത്. ഇടുക്കിയിലെ അനധികൃത ഖനനം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം ഖനന പ്രവർത്തനങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്നതിന് വാഹനങ്ങൾക്ക് പാസ് അനുവദിക്കുന്നതിനുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്നാണ് ഉയരുന്ന ആവശ്യം. കൂടാതെ ഇടുക്കിയിൽ നിയന്ത്രണ വിധേയമായി ഖനനം നടത്താൻ ഇടപെടൽ ഉണ്ടാകണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ജനം, ഇടുക്കി. കാസർഗോഡ് 21-കാരിയെ വാട്സപ്പിലൂടെ മുത്തലാഖ് ചൊല്ലി ഭർത്താവ്. കല്ലൂരാവി സ്വദേശിനിയായ യുവതിയാണ് ഭർത്താവ് അബ്ദുൾ റസാഖ് വാട്സാപ്പ് സന്ദേശത്തിലൂടെ മുത്തലാഖ് ചൊല്ലിയത്. സ്ത്രീധനം കുറഞ്ഞുപോയതിന്റെ പേരിൽ വീട്ടിൽ പട്ടിണി കിട്ടുന്നും നിരന്തരം ഭർത്താവിന്റെ ഉമ്മ ഉപദ്രവിച്ചിരുന്നതായും പെൺകുട്ടി ജനം ടിവിയോട് വ്യക്തമാക്കി. ലോകത്താരോടെ കാനത്തൊന്നും കഴിക്കുന്നില്ല. കാനത്ത് കഴിച്ചെങ്കിൽ അതേപോലെ രീതിയിൽ നിൽക്കണോ, പറഞ്ഞ പോലെ കേട്ടിട്ട് നിൽക്കണോ? ഇങ്ങനെ മാനസിക രോഗാക്കി 3 കൊല്ലം ഞാൻ സഹിക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞെങ്കിൽ മനസ്സിലാവുന്നില്ലേ? അല്ലേ? വേണ്ടെന്നില്ലെങ്കിൽ വേണ്ടെന്നില്ലേ? വേണ്ട. നിങ്ങളോട് തന്നെ പറയുന്നത്, നിങ്ങൾ ഉപ്പാടെ പറയുന്നത് തലാക്ക് 3 തലാക്ക് ഞാൻ ചെല്ലി. എനിക്ക് നിങ്ങളെ മോള് വേണ്ട. ഓക്കെ, നിങ്ങളെ കാനത്ത് കഴിച്ചോട് ഞാൻ പറഞ്ഞു. ഓക്കെ. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു പെൺകുട്ടിയുടെ പിതാവിന്റെ വാട്സപ്പിൽ മുത്തലാഖ് ചൊല്ലിയുള്ള ഈ ശബ്ദ സന്ദേശം എത്തുന്നത്. ഭർത്താവ് അബ്ദുൾ റസാഖ് ഫോണിലൂടെ വിളിച്ച് നേരിട്ട് തന്നോട് മുത്തലാഖ് ചൊല്ലിയതായും യുവതി പറയുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാഖും കല്ലുരാവി സ്വദേശിനിയായ പെൺകുട്ടിയും നിയമപ്രകാരം വിവാഹം കഴിച്ചത് 2022 ഓഗസ്റ്റ് 11-നായിരുന്നു.
വിവാഹത്തിനു മുൻപേ 50 പവൻ സ്വർണം സ്ത്രീധനമായി വേണമെന്ന ഭർത്തൃവീട്ടുകാർ നിർബന്ധം പിടിച്ചിരുന്നു. എന്നാൽ നിർദ്ധരായ കുടുംബത്തിന് ബന്ധുക്കളുടെ സഹായത്തോടെ 21 പവൻ സ്വർണം മാത്രമേ നൽകാനായുള്ളൂ. അന്നു മുതൽ തുടങ്ങിയതാണ് ഭർത്താവിന്റെ ഉമ്മയും സഹോദരിയും ചേർന്നുള്ള കൊടിയ പീഡനമെന്ന് പെൺകുട്ടി പറയുന്നു. ഭക്ഷണം തരാതെ റൂമിൽ അടച്ചു പൂട്ടുകയും പിന്നെ കയ്യാതായിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ഒരു ദിവസം ഫുള്ള് റൂമിലിട്ടത്. എന്നിട്ട് എന്റെ പുറക്കാറ് ഇവിടുന്ന് വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഭർത്താവ് പോയ സമയത്ത് എന്നെ പീഡിപ്പിക്കാൻ തുടങ്ങി. അപ്പം ഇപ്പൊ എപ്പോഴാണ് ഈ ഓഡിയോ സന്ദേശം വന്നത്? ഫെബ്രുവരി 21 തീയതി വെള്ളിയാഴ്ച ഉച്ചക്ക് ജുമാന്റെ സമയത്ത്. എന്താ പറഞ്ഞ ഭർത്താവ്? ഉപ്പാക്ക് വിളിച്ചിട്ട് തന്നെ ഞാൻ 3 തലാക്കോളെ ചെല്ലി അവളോട് ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന് പറഞ്ഞു. ഭർത്താവ് ഫോണിലൂടെ വിളിച്ച് നേരിട്ട് തന്നോട് മുത്തലാഖ് ചൊല്ലിയതായും യുവതി പറഞ്ഞു. സംഭവത്തിൽ കാഞ്ഞങ്ങാട് പോലീസിൽ കുടുംബം പരാതി നൽകി. കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മുത്തലാഖ് നിരോധന നിയമം നിലവിൽ വന്നതിന് ശേഷം കാസർഗോഡ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ കേസ് കൂടിയാണിത്. ജനം, കോഴിക്കോട്. റെയ്ഡയിൽ അനധികൃത മദ്യം വിൽപ്പനയ്ക്കെത്തിച്ച സംഭവത്തിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ 2 പേർ അറസ്റ്റിലായി. ഇടുക്കി അടിമാലിക്ക് സമീപം 2 ഇടങ്ങളിലായാണ് സംഭവം. CPM ഓടക്ക സിറ്റി ബ്രാഞ്ച് സെക്രട്ടറി പ്രവീൺ കുര്യാക്കോസാണ് എക്സൈസിന്റെ പിടിയിലായത്. വെള്ളത്തുവൽ സ്വദേശി റെജിമോനെയും എക്സൈസ് സംഘം പിടികൂടി. 2 കേസുകളിൽ നിന്നായി 22 ലിറ്റർ മദ്യവും പിടിച്ചെടുത്തു. ഫ്രൈഡേയിൽ വെള്ളത്തൂവൽ ഓടസിറ്റി മേഖലയിൽ അനധികൃത മദ്യവിൽപ്പന നടക്കുന്നതായി എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയത്. പരിശോധനയ്ക്കിടെ ഓടക്ക സിറ്റി ഭാഗത്ത് മദ്യം വിൽക്കുന്നതിനിടെയാണ് പ്രവീൺ കുര്യാക്കോസിനെ എക്സൈസ് സംഘം പിടികൂടിയത്. ഇയാളുടെ പക്കൽ നിന്നും 9 ലിറ്റർ വിദേശ മദ്യം എക്സൈസ് കണ്ടെടുത്തു. മദ്യം കടത്താൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. CPM ഓടക്ക സിറ്റി ഈസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറിയാണ് പിടിയിലായ പ്രവീൺ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KM അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം വെള്ളത്തൂവൽ മേഖലയിൽ നടത്തിയ പരിശോധനയിലാണ് 13 ലിറ്ററിലധികം വരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ഓട്ടോറിക്ഷ ഡ്രൈവറായ റെജിമോൻ എന്നയാളെ അറസ്റ്റ് ചെയ്തത്. മദ്യം കടത്താൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും എൻഫോഴ്സ്മെന്റ് സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രതിയെയും തൊണ്ടിമുതലും തുടർ നടപടികൾക്കായി അടിമാലി എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ജനം, ഇടുക്കി. കോഴിക്കോട് പയ്യോളിയിൽ നവവധു ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവത്തിൽ ദുരൂഹത. പെൺകുട്ടി ആത്മഹത്യ ചെയ്യില്ലെന്ന് കുടുംബം. മരണവിവരം ഭർത്തൃവീട്ടുകാർ മറച്ചുവെച്ചു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 2-നായിരുന്നു ചേലിയ സ്വദേശി ആർദ്ര ബാലകൃഷ്ണനും ഷാനും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. ഷാനും ആർദ്രയും തമ്മിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമുള്ളതായി ബന്ധുക്കൾക്കും അറിയില്ല. മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപും ആർദ്ര വീട്ടിലേക്ക് വിളിച്ച് മാതാപിതാക്കളോട് സംസാരിച്ചിരുന്നു. സംസാരത്തിൽ യാതൊരു പ്രശ്നവും ആർദ്രയ്ക്കുള്ളതായി ബന്ധുക്കൾക്കും തോന്നിയില്ല. എന്നാൽ ആർദ്രയുടെ മരണത്തിൽ ചില സംശയങ്ങളുള്ളതായി അമ്മാവൻ പറയുന്നു. ആർദ്ര ആത്മഹത്യ ചെയ്തുവെന്ന കാര്യം ഷാനും കുടുംബവും മറച്ചുവെച്ചു. അയൽവാസികൾ പോലും സംഭവം അറിഞ്ഞത് മണിക്കൂറുകൾ കഴിഞ്ഞു. ഇങ്ങനെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കുടുംബം. അങ്ങനെ വീട്ടിൽ ഇങ്ങനെയൊരു സംഭവം നടക്കുമ്പോൾ ഒരു വീട്ടിലൊരു സംഭവം നടക്കുമ്പോൾ പ്രത്യേകിച്ച് പെട്ടെന്ന് നാട്ടുകാരാണ് ഈ വിഷയങ്ങളൊക്കെ അറിയുക. അവർക്ക് ഒച്ചപ്പാടൊക്കെ ഉണ്ടാവും. പക്ഷെ അത് അവിടെ ഉണ്ടായില്ല എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അതുമല്ല, നമുക്ക് പിന്നെ ഇന്നലെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ആരോ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലേക്ക് ബാത്റൂമിൽ തെന്നി വീണ് എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. നാട്ടുകാരോട് പറഞ്ഞത്. പ്രശ്നങ്ങളൊന്നും ഇതുവരെ നമ്മളെടുത്ത് പറയുമോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. ഒന്നുമില്ല. അങ്ങനെ ഭർത്താവും അമ്മയും ഈ കുട്ടിയും മാത്രമേ വീട്ടിലുള്ളൂ. വേറെ വീട്ടിൽ ആകെ 3 പേരാണ് വീട്ടിലുണ്ടായിരുന്നത്. സംഭവത്തിൽ ആർദ്രയുടെ കുടുംബം പയ്യോളി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ജനം, കോഴിക്കോട്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ കുടുംബത്തിന്റെ കടബാധ്യത അറിഞ്ഞിരുന്നില്ലെന്ന് അഫാന്റെ പിതാവ് അബ്ദുറഹീം. വീട്ടുകാരുമായി നിരന്തരം ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല. തന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മകനെ അറിയിച്ചിരുന്നില്ലെന്നും റഹീം പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. മനുഷ്യ
മനസാക്ഷിയെ ഞെട്ടിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ സാമ്പത്തിക ബാധ്യതയായിരുന്നു കൂട്ടക്കുരുതിയിലേക്ക് നയിച്ചതെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. 65 ലക്ഷത്തോളം രൂപ കടമുണ്ടായിരുന്നുവെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ കുടുംബത്തിന് അത്രയേറെ കടബാധ്യത ഉള്ളതായി തനിക്കറിയില്ലെന്ന് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം പാങ്ങോട് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. 65 ലക്ഷം രൂപ കടബാധ്യതയുള്ളത് തനിക്കറിയില്ലെന്നും ബാങ്ക് ലോണും മറ്റു കടങ്ങൾ ഉൾപ്പെടെ 15 ലക്ഷത്തിലെ ബാധ്യതയുണ്ടെന്നും അബ്ദുൾ റഹീം പോലീസിനോട് പറഞ്ഞു. ഇഖാമ പുതുക്കാൻ സാധിക്കാതെ വർഷങ്ങളായി വിദേശത്തകപ്പെട്ടു പോയ അബ്ദുൾ റഹീമിന് ഫർസാനയും അഫാനുമായുള്ള ബന്ധം അറിയാമായിരുന്നു. അഫാൻ പണയം വെച്ച ഫർസാനയുടെ സ്വർണ്ണമെടുക്കാൻ അടുത്തിടെ 60,000 രൂപ താൻ അയച്ചു നൽകിയെന്നും തനിക്കുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു തരത്തിലും മകനെ അറിയിച്ചിരുന്നില്ല എന്നും റഹീം മൊഴിയിൽ പറയുന്നു. സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തേടാൻ അബ്ദുൾ റഹീമിന്റെ മൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തും. അതേസമയം മകൻ ആക്രമിച്ചത് മറച്ചുവെച്ച് അഫാന്റെ ഉമ്മ ഷമീന മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകി. കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റതെന്നാണ് ഷമി മൊഴിയിൽ ആവർത്തിക്കുന്നത്. ജനം, തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. കാക്കി സൈനിങ് ഓഫ്.